ഈ അലിയേട്ടന്റെ പെണ്ണ് ആൻസി അലിൻ ജോസ് പെരേര ആണ് ഓൾറെഡി അഭിനയിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ ബ്രൈറ്റിന് പിടിയുന്ന ഒരു ആളില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളില്ലാതെ വന്നപ്പോൾ ഞാൻ വന്നതാണ്. അന്ന് ഒരു രാത്രി കൊണ്ടാണ് ബ്രൈറ്റ് കഥ മാറ്റി എഴുതി. ഞാനത് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് എടുത്ത് വായിച്ചു നോക്കുന്നത്. എത്ര രൂപ ചെലവായ ഒരു ഷോർട്ട് ഫിലിമിന് മൊത്തത്തിൽ? അത് മൊത്തം ഒരു 24 ഏകദേശം അത്രയൊക്കെ. നിങ്ങൾക്ക് ലാഭകരമാണോ അതോ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ അലിയേട്ടന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ്, അത് മൂല്യമുണ്ട് അതിന്. ആ ഒറ്റ ഇതുകൊണ്ട്, അതുകൊണ്ട് എനിക്കത് ലാഭം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു പണമല്ല, ആ ഒറ്റ വർക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് ലാഭങ്ങൾ കിട്ടി. അതായത് ആളുകൾ തിരിച്ചറിഞ്ഞതാണോ അതോ? തിരിച്ചറിഞ്ഞ മാത്രല്ല, കാരണം എന്റെ ചാനല് റീച്ചായി ആ ഒറ്റ ഷോർട്ട് ഫിലിം കൊണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പൊ അതിനുശേഷം പിന്നീട് വർക്കുകൾ ഇടുമ്പോ നിങ്ങൾക്ക് പണം കിട്ടാൻ തുടങ്ങി? പണം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് ലാഭകരമാണ്. ലാഭമാണ്. എനിക്ക് തോന്നുന്നു അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഇറങ്ങിയപ്പോ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട്. അത് നിങ്ങളെ നന്നായിട്ട് ബാധിച്ചോ? ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നു. കാരണം എനിക്ക് അതിനകത്തൊരു ഇത് വന്ന്, ഞാൻ കൂട്ടിക്കൊടുപ്പുകാരി അന്ന് വരെ കമന്റുകളാണ് വരുന്നുണ്ടിരുന്നേ. നമുക്കറിയായിരുന്നു ആ ലൊക്കേഷൻ വീഡിയോ ഫുൾ എൻ്റെ കയ്യിലുണ്ട്. അതെന്നെ 24 മണിക്കൂർ ഷൂട്ടായിരുന്നു. ഇടയ്ക്ക് വിശ്രമമൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ മൊത്തം ലൊക്കേഷൻ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ മുതൽ പാക്കപ്പ് വരെ ഉണ്ടായിരുന്നു. എല്ലാരും വിട്ടതിന് ശേഷം ഞാനും പോകുന്നത്. കുറച്ചുപേരെ ഞാനാണ് എന്റെ കാറിലാണ് കൊണ്ടുപോയി വൈറ്റിലെ ഭാഗത്തൊക്കെ ഇറക്കുന്ന, സ്റ്റോപ്പിലേക്ക് ഇറക്കി വിടുന്നത്. അപ്പൊ ആ വിവാദങ്ങളിലൊന്നും സത്യമില്ല എന്നാണ് പറയുന്നത്? സത്യമില്ല. അതെല്ലാം കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് അവര് തമ്മിൽ ചെറിയൊരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അതൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ റീച്ചിന് വേണ്ടിയെന്ന് ഞാൻ പറയില്ല. അവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണത്. ഇപ്പൊ അവര് അതിനകത്ത് അഭിനയിച്ച നായികനും നായികയും, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂ കാരണം നിങ്ങളുടെ ലൈഫിലെയും നല്ലപോലെ ബാധിച്ചില്ലായിരുന്നു. പുറത്തിറങ്ങുമ്പോഴും പിന്നെ എന്റെ വീട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു, നീ കൂട്ടുപ്രതിയാവുമോന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയൊക്കെയോ കട്ടടങ്ങി കുഴപ്പമില്ല. പിന്നെ എനിക്കറിയായിരുന്നു സത്യം എന്താണെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളിതെല്ലാം കൺമുന്നിൽ കാണുന്നത്. അപ്പൊ അതിനകത്തൊരു ഇതില്ല. ഞാൻ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡി നൈറ്റ് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഒരു അല്ല, ഞാൻ എടുത്തെന്നേ മാത്രമേ ഉള്ളൂ. വിതരണം നടത്തി. ഇതേപോലെ തന്നെ ഒരു പുറത്തുനിന്ന് ഒരാള് പീഡനമായിട്ട് വന്നു. അറിയപോലില്ലാത്ത ഒരാള്. എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ വന്ന് വെറുതെ മനഃപൂർവ്വം? വിനീതുമായിട്ടുള്ള എന്തൊരു ഇഷ്യൂ. അതിന്റെ ഡയറക്ടർ വിനീതാണോ? അതെ, ബ്ലഡി നൈറ്റ് വിനീതാണ് ഡയറക്ട് ചെയ്തത്. അതെ അതെ. അലിയേട്ടന്റെ പെണ്ണാൻസി ഓൾബ്രൈറ്റ്. അല്ല, അത് ഓൾബ്രൈറ്റ്. അത് ഓൾബ്രൈറ്റ് ഡയറക്ട് ചെയ്തു. ബ്ലഡി നൈറ്റ് വിനീത് ഡയറക്ട് ചെയ്തു. ഇത് പക്ഷെ വിതരണത്തിനെടുത്ത് നിങ്ങളാണ്? ഞാനാണ് എടുത്തത്. അതിനുശേഷമാണ് പിന്നെ വീണ്ടും ആ വിവാദം വന്നത്. അതിനാണ് നമ്മുടെ ആറാട്ടണ്ണന്, അലിൻ ജോസ്, അവരെല്ലാരും ഒറ്റ, അൽബിലാഷാട്ടായും എല്ലാവരും ഒന്നിച്ച് വന്നത്.